പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വർക്ക്ഷീറ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ 6 ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരും കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം MCQ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്തുള്ള ചില ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് കാണും. അപ്പോൾ അത് വീണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് അതൊന്നുകൂടെ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ 7th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദി HCF ഓഫ് സ്മോളസ്റ്റ് പ്രൈം നമ്പർ ആൻഡ് ദി സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ? സ്മോളസ്റ്റ് പ്രൈം നമ്പറിൻ്റെയും സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പറിൻ്റെയും HCF എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ സ്മോളസ്റ്റ് പ്രൈം നമ്പർ ഏതാണ്? സ്മോളസ്റ്റ് prime number is 2. Smallest prime number is 2. Smallest composite number എന്താണ്? Smallest composite number is 4. 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 4നെ നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ HCF എന്തായിരിക്കും? HCF എന്ന് വെച്ചാൽ സ്മോളസ്റ്റ് പവർ ഉള്ളതല്ലേ? ഇവിടെ സ്മോളസ്റ്റ് പവറുള്ള കോമൺ ഫാക്ടേഴ്സിൽ സ്മോളസ്റ്റ് പവർ ഉള്ളത്. അപ്പോൾ ഇവിടെ 2 ആണ് ഫാക്ടർ. 2വിൻ്റെ സ്മോളസ്റ്റ് പവർ എന്ന് പറയുന്നത് 1 ആണ്. സോ HCF ഈസ് 2. അപ്പോൾ സ്മോളസ്റ്റ് പ്രൈം നമ്പറിൻ്റെയും സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പറിൻ്റെയും കൂടെ HCF എന്ന് പറയുന്നത് 2 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Given that root 3 is irrational, prove that 5 plus 2 root 3 is irrational. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് √3 ഇറാഷണൽ ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് 5 plus 2 root 3 ഈസ് ഇറാഷണൽ, ഇത് മാത്രമാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? √3 ഇറാഷണൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് √3 ഇറാഷണൽ ആണ് എന്ന് ഗിവൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് √3 പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല, ഇത് മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 5 plus 2 root 3 ഇറാഷണൽ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ കോൺട്രഡിക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 5 plus 2 root 3 റാഷണൽ ആണ് എന്ന് എടുക്കും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റെപ്പുകൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാം കേട്ടോ. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തതായതുകൊണ്ട് വർക്ക്ഷീറ്റിൽ ഇനി വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം 5 plus 2 root 3 റാഷണൽ ആണ് എന്ന് എടുക്കുന്നു. അപ്പോൾ സപ്പോസ് 5 plus 2 root 3 ഈസ് റാഷണൽ. 5 plus 2 root 3 റാഷണൽ ആണെങ്കിൽ നമുക്ക് 5 plus 2 root 3 എന്തായിട്ട് എഴുതാം? P/Q ഫോമിൽ എഴുതാം. അപ്പോൾ ലെറ്റ് 5 plus 2 root 3 ഈസ് ഈക്വൽ ടു P/Q. റാഷണൽ ആയതുകൊണ്ട് P/Q ഫോമിൽ എഴുതി. വേർ P ആൻഡ് Q ആർ co-primes and Q not equal to 0. അപ്പോൾ 5 plus 2 root 3 is equal to P/Q. ഇനി നമ്മളിതിനെ √3 is equal to എന്ന് പറഞ്ഞിട്ട് നമ്മളിതിനെ എഴുതണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ആദ്യം 5നെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ 2 root 3 is equal to P/Q. 5 ഇപ്പുറത്ത് വരുമ്പം -5 ആയിട്ട് മാറും. ഇനി നമ്മൾ LCM എടുക്കുന്നു. 2 root 3 is equal to LCM is Q. അപ്പോൾ ഇവിടെ Q ആക്കണമെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും Q കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ P minus 5Q/Q എന്ന് വരും. ഇനി നമുക്ക് √3 ആക്കണേ എന്ത് ചെയ്യണം? 2വിനെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യണം. അപ്പോൾ എന്താവും? √3 is equal to P minus 5Q/2. ഇവിടെ ഡിനോമിനേറ്ററിൽ പോവും. അപ്പോൾ 2Q എന്ന് കിട്ടി. ഇവിടെ Pയും Qയും 2ഉം 5ഉം എല്ലാം എന്താണ്? ഇൻറ്റിജേഴ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? P minus 5Q/2Q ഈസ് റാഷണൽ എന്ന് പറയാം. ആസ് P ആൻഡ് Q ആർ integers, therefore P minus 5Q/2Q is rational. അപ്പോൾ P minus 5Q/2Q റാഷണൽ ആണെങ്കിൽ എന്തും റാഷണൽ ആയിരിക്കും? √3യും റാഷണൽ ആയിരിക്കും. Therefore √3 is
റാഷണൽ. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? √3 ഇറാഷണൽ ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റ് ആണോ? അല്ല, ദിസ് ഈസ് ഇൻകറക്റ്റ് ബിക്കോസ് √3 ഈസ് ഇറാഷണൽ. അത് നമുക്ക് ഓൾറെഡി ഗിവൺ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് √3 ഇറാഷണൽ ആണ് എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ചെയ്തിട്ടുണ്ട്. ദിസ് കോൺട്രഡിക്ഷൻ has arisen because of our wrong assumption that 5 plus 2√3 is a rational number. Therefore, 5 plus 2√3 is an irrational number. അപ്പോൾ 5 plus 2√3 ഒരു ഇറാഷണൽ നമ്പറാണ്. നമ്മുടെ അസംഷൻ എന്തായിരുന്നു? റോങ് ആയിരുന്നു. √3 ഓൾറെഡി ഇറാഷണൽ ആണ് എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 5 plus 2√3 എന്തായിരിക്കും? ഇറാഷണൽ ആയിരിക്കും. പക്ഷേ കോൺട്രഡിക്ഷൻ മെത്തേഡിൽ നമ്മളത് പ്രൂവ് ചെയ്യണം. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അടുത്തത് 9th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ വിച്ച് ലീവ്സ് റിമൈൻഡേഴ്സ് 8 and 12 when divided by 28 and 32 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു ക്വസ്റ്റ്യനകത്ത് നമ്മൾ 6th ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇവിടെ നോക്കിയേ, ദ ലാർജസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ് 70 and 125. 70യെയും 125നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. അതായത് ഈ 70യെയും 125നെയും ഡിവൈഡ് ചെയ്യുന്ന നമ്പർ. അപ്പോൾ എന്താ, നമ്മൾ ഡിവൈസറാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. ഈ ക്വസ്റ്റ്യനിൽ നോക്കിയേ, ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ വിച്ച് ലീവ്സ് റിമൈൻഡേഴ്സ് 8 and 12 when divided by 28 and 32. അപ്പോൾ നമ്മൾ സ്മോളസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. 28ഉം 32ഉം വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നത് എന്തായിരിക്കും? ഡിവിഡൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് ഈ സ്മോളസ്റ്റ് നമ്പറിനെ 28 കൊണ്ടും 32 കൊണ്ടും ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇതിൻ്റെ നേരെ തിരിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ 6th ക്വസ്റ്റ്യനിൽ ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് 28നെക്കാട്ടിലും 32നെക്കാട്ടിലും വലിയൊരു നമ്പർ ആയിരിക്കണം കിട്ടേണ്ടത്, അല്ലേ? ഡിവിഡൻ്റ് എപ്പോഴും ഡിവൈസറിനെക്കാട്ടിൽ വലുതായിരിക്കും, അല്ലേ? ഈ നമ്പർ കൊണ്ടേ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ് ഇത് രണ്ടും. അതായത് സ്മോളസ്റ്റ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇത് രണ്ടും വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കണം. അപ്പോൾ ഈ നമ്പർ എപ്പോഴും എന്തായിരിക്കണം? ഈ രണ്ട് നമ്പറിനെക്കാട്ടിൽ വലിയ നമ്പർ ആയിരിക്കണം. അങ്ങനെ വലിയ നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ രണ്ട് നമ്പറിൻ്റെയും കൂടെ LCM കണ്ടുപിടിക്കണം. പക്ഷേ ഈ നമ്പർ എന്ത് ചെയ്യുന്നുണ്ട്? 8ഉം 12ഉം റിമൈൻഡർ ലീവ് ചെയ്യുന്നുണ്ട്. അതായത് 28 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 8 കിട്ടും, 32 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 12ഉം കിട്ടും. അപ്പോൾ ആ നമ്മൾ ഈ നമ്പർ LCM കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? 8ഉം 12ഉം കൂടെ ആഡ് ചെയ്ത് അത് ഈ നമ്പറിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള നമ്പർ കിട്ടത്തുള്ളൂ കേട്ടോ. 9th ക്വസ്റ്റ്യൻ. ഇപ്പോൾ 28നെ നമുക്ക് എങ്ങനെ എഴുതാം? 28നെ നമുക്ക് 7 × 4 എന്ന് എഴുതാം. 4നെ നമുക്ക് 2² എന്ന് എഴുതാം. അപ്പോൾ 2² × 7. 32നെ നമുക്ക് 2⁵ എന്ന് എഴുതാം, അല്ലേ? 2⁵. അപ്പോൾ ഇവിടെ LCM എന്തായിരിക്കും? LCM എന്ന് പറയുന്നത് പ്രൈം ഫാക്ടേഴ്സിൻ്റെ ഹയസ്റ്റ് പവറുകളെ തമ്മിൽ ഹയസ്റ്റ് പവറുകളുള്ള ഫാക്ടേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ 2⁵2ഉം ഉണ്ട്, 2⁵5ഉം ഉണ്ട്. അതിൽ ഹയസ്റ്റ് പവർ 2⁵5 ആണ്. അപ്പോൾ 2⁵5 പിന്നെ 7ഉം ഉണ്ട്. = എന്ത് വരും? 2⁵5 ഈസ് 32 × 7 = 224. അപ്പോൾ LCM നമുക്ക് 224 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ഇപ്പോൾ കിട്ടിയ നമ്പറിനെ 28ഉം 32ഉം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 8ഉം 12ഉം റിമൈൻഡേഴ്സ് ലീവ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്താൽ 8ഉം 12ഉം റിമൈൻഡർ ലീവ് ചെയ്യുമെങ്കിൽ പെർഫെക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണേ റിമൈൻഡർ വരാൻ പാടില്ല, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ റിമൈൻഡേഴ്സിനെ ഇതിൽ നിന്ന്
സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ റിക്വയർഡ് നമ്പർ എന്തായിരിക്കും? റിക്വയർഡ് നമ്പർ ഈസ് ഈക്വൽ ടു 224 മൈനസ് റിമൈൻഡേഴ്സ് ആയ 8നെയും 12നെയും ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ 224 മൈനസ് 12 പ്ലസ് 8 20 ഈസ് ഈക്വൽ ടു 204. ഇതാണ് നമ്മുടെ റിക്വയർഡ് നമ്പർ, അതായത് സ്മോളസ്റ്റ് നമ്പർ. അടുത്ത 10th ക്വസ്റ്റ്യൻ. If LCM of 480 and 672 is equal to 3360, find HCF of 480 and 672. അപ്പോൾ ഇവിടെ നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് LCM ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 10th ക്വസ്റ്റ്യൻ. LCM of 480 and 672 is equal to 3360. നമുക്ക് HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം. LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്, ദാറ്റ് ഈസ് A ഇൻറ്റു B. എയും ബിയും എന്താണ്? 480യും 672. അപ്പോൾ LCM നമുക്കിവിടെ തന്നിട്ടുണ്ട് 3360 ഇൻറ്റു HCF നമുക്കറിയില്ല. A ഈസ് 480, B ഈസ് 672. ഇതിൽ നിന്ന് HCF എങ്ങനെ കണ്ടുപിടിക്കാം? 3360 നമ്മൾ RHSലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ 480 ഇൻറ്റു 672 ബൈ 3360. അപ്പോൾ നിങ്ങൾ ഈ നമ്പേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാതെ ഇങ്ങനെ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്യാൻ ഇച്ചിരി എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ 0 കട്ട് ചെയ്യുന്നു. 336ഉം 672ഉം കൂടെ കട്ട് ചെയ്യാം. ദിസ് ഇൻറ്റു 2 ആണ് 672. അപ്പോൾ 48 ഇൻറ്റു 2 എന്ന് കിട്ടി. 48 ഇൻറ്റു 2 ഈസ് 96. HCF is 96. Next 11th question. Find the HCF and LCM of 144, 180 and 192 by using the prime factorization method. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ HCF LCM കണ്ടുപിടിക്കണം. അപ്പോൾ HCF LCM കണ്ടുപിടിക്കണേ ആദ്യം നമ്മളിതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ 144നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. 2 കൊണ്ട് ചെയ്യാം. 7 2s are 14, 2 2s are 4, again 2, 3 2s are 6, 6 2s are 12, 2 18, 2 9, 3 3. അപ്പോൾ നമ്മൾ 144നെ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2⁴ ഇൻറ്റു 3 സ്ക്വയർ എന്ന് കിട്ടി. ഇനി അടുത്തത് 180യെ ചെയ്യുന്നു. 180യെ 2 കൊണ്ട് ചെയ്താൽ 90, again 2 45, 3 15, 3 5. അപ്പോൾ 180യെ ചെയ്തപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5. ഇനി അടുത്തത് 192നെ ചെയ്യുന്നു. 2 96, 48, 24, 12, 6, 3. അപ്പോൾ 2⁻6 ഇൻറ്റു 3. അപ്പോൾ 192നെ ചെയ്തപ്പോൾ 2⁻6 ഇൻറ്റു 3 എന്ന് കിട്ടി. ഇനി നമ്മൾ HCF കണ്ടുപിടിക്കുന്നു. HCF എന്ന് പറയുന്നത് ഇതിൽ മൂന്നിലും കോമൺ ആയിട്ടുള്ള ഫാക്ടറുകളുടെ ലോവസ്റ്റ് പവർ വരുന്നതിനെ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2 ഇവിടെ കോമൺ ആണ്. ഇവിടെ 2⁴, 2⁻2, 2⁻6. ഇതിലെ ലോവസ്റ്റ് പവർ വരുന്നത് 2⁻2. ഇനി കോമൺ ആയിട്ടുള്ളത് 3 ആണ്. അതിലെ ലോവസ്റ്റ് പവർ വരുന്നത് 3⁻1. അപ്പോൾ 3 നമ്മൾ എഴുതി. അപ്പോൾ എന്ത് വരും? 4 ഇൻറ്റു 3 12. അപ്പോൾ HCF ഈസ് 12. ഇനി നമുക്ക് LCM കണ്ടുപിടിക്കണം. LCM ഹയസ്റ്റ് പവർ. അപ്പോൾ ഇവിടെ 2⁻6, 3ൽ 3⁻2, പിന്നെ ഒരു 5ഉം കൂടെ ഉണ്ട്. ഈസ് ഈക്വൽ ടു 2⁻6 ഈസ് 64, 3⁻2 ഈസ് 9, 5. 9 5s are 45, 45 into 64. 5 4s are 20, 4 4s are 16 plus 2 18, 30, 24 plus 3 27, 0 8 8 2. അപ്പോൾ LCM എന്ത് കിട്ടി? LCM is equal to 2880 എന്ന് കിട്ടി. Next 12th question. Show that 12 raised to n cannot end with the digit 0 or 5 for any natural number n.
അപ്പോൾ 12 റേസ് ടു എൻ എന്നിൻ്റെ ഡിജിറ്റ് 0-ലും 5-ലോ എൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ ഷോ ചെയ്യണം ഫോർ എനി നാച്ചുറൽ നമ്പർ എൻ. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൽ അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഷോ ചെയ്യണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എക്സസൈസിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 12 റേസ് ടു എൻ ആണ്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഏതെങ്കിലും ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫാക്ടേഴ്സ് 2ഉം 5ഉം അതിനകത്തുണ്ടെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ, അത് 0 വെച്ചിട്ടും 5 വെച്ച് 0യും 5ഉം അതിൻ്റെ എൻഡ് ഡിജിറ്റിൽ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ അതിൽ ഫാക്ടേഴ്സ് 2ഉം 5ഉം ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ മാത്രമേ 0-ലും 5-ലും അത് എൻഡ് ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ നമുക്കൊന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എഴുതേണ്ടത്, ഇഫ് ദ നമ്പർ 12 raised to n were to end with a digit 0, then it must be divisible by 5. Therefore, the prime factorization of 12 raised to n must contain the digit 5. നമുക്ക് 12 റേസ് ടു എന്നിനെ ഒന്ന് ചെയ്ത് നോക്കാം. 12 റേസ് ടു എന്നിനെ നമുക്ക് 2² × 3 എന്ന് എഴുതാം. 12നെ നമുക്ക് 2² × 3 ദ ഹോൾ റേസ് ടു n എന്ന് എഴുതാം. ഇതെന്തായിട്ട് എഴുതാം? 2 റേസ് ടു 2n × 3 റേസ് ടു n എന്ന് എഴുതാം അല്ലേ? എന്താണ്? therefore the only primes in the factorization is 2 and 3. So by ഇത്രയും സ്റ്റെപ്പ് എഴുതിയാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. യൂണിക്നെസ് ഓഫ് ദി ഫണ്ടമെൻ്റൽ തിയറം ഓഫ് arithmetic, there is no other prime factor in the factorization of 12 raised to n. So 12 raised to n cannot end with digit 0 for any natural number n. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 5ഉം കൂടെ ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ.